എന്തായി ഓണമൊക്കെ? എൻ്റെ ആദ്യത്തെ NRI ഓണമാണ് കേട്ടോ ഇത്. മാത്രമല്ല ഞാനും പ്രണും മാത്രമായിട്ടുള്ള ഒരു ഓണം കൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ സ്പെഷ്യൽ ആക്കാം എന്നുള്ളത്. അപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കണം, ആ ഒരു വൈബാണ്. മാത്രമല്ല മൂന്നാണത്തിൻ്റെ അന്ന് രാത്രി ഞാൻ നാട്ടിലേക്ക് പോകണം. അപ്പോൾ പല ആൾക്കാരും ചോദിച്ചു അപ്പോൾ എന്തേ നാട്ടിലേക്ക് ഓണത്തിന് വരാത്തതെന്നുള്ളത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ അതിലെ മെയിൻ റീസൺ പ്രണു ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. കാര്യം ഞാൻ മാത്രമാണ് നാട്ടിലേക്ക് പോകണുള്ളൂ. അപ്പോൾ ഓണത്തിന് മുന്നേ പോയി കഴിഞ്ഞാൽ ആളിവിടെ ഓണത്തിന് ഒറ്റയ്ക്കായിരിക്കും, ഞാനല്ലാതെ പിന്നെ ആര്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നിച്ച് ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ട് മൂന്നാണത്തിനന്ന് ഞാൻ പോകാമെന്ന് തീരുമാനിച്ചത്. സോ അങ്ങനെ വലിയ സെലിബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. സദ്യ ഉണ്ടാക്കണം, പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കുമോ അറിയില്ല, എന്തായാലും റെഡി ആക്കണം. അപ്പോൾ ഇന്ന് ഉത്രാടാണ്. നമ്മൾ ഇന്നലെ രാത്രിയൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റാസൽ ഖൈമ നെസ്റ്റോന്ന്. ഇനിയിപ്പോൾ ഇന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, അതുപോലെ തന്നെ ഡ്രസ്സ് വാഷ് ചെയ്യാണ്ട് അതൊക്കെ എടുത്ത് വെക്കണം. പിന്നെ നാളെ സദ്യക്കുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഒരുക്കി വെക്കണം, അതായത് മെയിനായിട്ട് കട്ടിങ്ങൊക്കെ. അപ്പോൾ പ്രണുവിന് ഇന്ന് ഓഫീസിൻ്റെ ആൾ ഓഫീസിൽ പോയിരിക്കുകയാണ്. തിരിച്ച് വന്നിട്ട് വേണം നമുക്ക് ഈ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നാളെയും പ്രണുവിന് ഓഫീസുണ്ട്. പക്ഷേ ഞാൻ നാട്ടിലേക്ക് പോവാത്തത് ഒരുമിച്ച് ഓണം സെലിബ്രേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ ആൾ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കുന്നുണ്ട്. സോ നമ്മളെല്ലാ കാര്യങ്ങളും മാക്സിമം ഇന്ന് ചെയ്യും. എന്നിട്ട് കുറച്ച് കുക്കിങ്ങൊക്കെ ഞാൻ നാളെ ചെയ്യും. പിന്നെ മാത്രമല്ല അവൻ്റെ ഓഫീസിലെ കുറച്ച് ഫ്രണ്ട്സിനെ നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പം സമയം രാത്രി 11 മണി. നമ്മുടെ റൂമൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത പരിപാടി ഉള്ളത് നാളത്തേക്കുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യണം. പിന്നെ ഒരു 3 ഐറ്റംസ് ഇന്ന് ഉണ്ടാക്കണം. അപ്പോൾ കട്ടിങ് മാസ്റ്റർ കട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പുളിയിഞ്ചിയും അച്ചാറും കാളനും ഉണ്ടാക്കണത്. അപ്പോൾ അതിന് ഇഞ്ചി നന്നാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പാർ, അവിയൽ കഷ്ണങ്ങളൊക്കെ ശരിയാക്കണം. പുളിയിഞ്ചി അച്ചാറും ഉണ്ടാക്കണം. പുളിയിഞ്ചിയുടെ റെസിപ്പി നോക്കട്ടെ കേട്ടോ. ഇഞ്ചി അരിഞ്ഞിട്ട് ചോരായി പാവം കൈസ്. ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കൈ പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ ചോര നിൽക്കും. ഞാൻ പഠിച്ചിട്ടുണ്ട്, അതാ ഞാൻ പറഞ്ഞു. നോക്കട്ടെ ഒരു നോക്കട്ടെ ഇവിടെ സാരല്ലേടാ. ഇനിയിപ്പോൾ ഞാനെല്ലാം അരിയണം. നിക്കും ചോര നിക്കും. ചോര കണ്ടു. ശുഭം. സദ്യ ഇപ്പം എന്തായാലും റെഡി ആവൂലേ? ചീറും. തലശ്ശേരിയിൽ ഊണ് 4. അത് കുറവുണ്ടല്ലോ. ചോരൊക്കെ ഇപ്പം നിന്നിട്ടുണ്ട്. അപ്പം ആള് വീണ്ടും തുടങ്ങി ഇഞ്ചി അരിയൽ. എടാ ഈ ഇഞ്ചിയും ഇഞ്ചി 2 അല്ലേ? ഇഞ്ചി ചതയ്ക്കണ പോലെ ചതയ്ക്കും. ലൈവ് കിട്ടാൻ വേണ്ടിട്ടാവൂലേ പാവണ്ടടാ. കത്തി എടുത്ത് വരുമ്പോ പേടിയാണ്. പതുക്കാക്കിയാ മതി. അപ്പൊ ഓണത്തിന് നമ്മള് നാളെ ചെറിയൊരു സദ്യ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊളീഗ്സ് 1-2 ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ കട്ടിങ്ങും പരിപാടികളും പിന്നെ 1-2 വിഭവങ്ങളും ഒന്ന് ചെയ്തു വയ്ക്കുക എന്നുള്ളതാണ് മെയിൻ ആളുടെ പ്ലാന്. അപ്പോൾ കൈ മുറിച്ചിട്ടുണ്ട്, ചോര കണ്ടിട്ടാണ് തുടക്കം. അതുകൊണ്ട് സദ്യ മിക്കവാറും പൊളിക്കും, ചീറും സദ്യ അല്ലേ. അപ്പോൾ ബാക്കി പരിപാടികൾക്ക് അവൻ അവിടെ അരിയട്ടെ, അപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള ഐറ്റംസ് ഇവിടെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. അപ്പോൾ അവനവിടെ ഇഞ്ചി അരിയുന്നു, ഞാനിവിടെ ദാ പുളി വെള്ളത്തിലിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് പച്ചമുളകൊക്കെ വേണം, അതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ. ഇത്രയും കാലത്ത് ഓണത്തിനിടയ്ക്ക് ഞാൻ അങ്ങനെ അടുക്കളയിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. ഞാൻ ആകെ ഓണത്തിന് അടുക്കളയിൽ കയറുന്ന പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതും സേമിയ മിക്സൊക്കെ ആയിരിക്കും. പെട്ടെന്ന് പരിപാടി കഴിയും. ലൈഫിൽ ആദ്യമായിട്ടാണ് സദ്യയിലെ ഒട്ടുമിക്ക ഐറ്റംസ് ഉണ്ടാക്കാൻ പോണത്. എന്താകും എന്തോ. അപ്പോൾ ഇന്ന് നമ്മൾ പുളിയിഞ്ചിയും അച്ചാറും കാളനും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കോമൺ ആയിട്ട് ഉലുവ വേണം,
അപ്പോൾ ഉലുവ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിനൊന്നും എക്സാക്റ്റ് റെസിപ്പി ഒന്നും അറിയില്ല, ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കാമെന്നുള്ളൊരു വൈബാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡിഷിൻ്റെ ഡിഷ് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവസാനത്തെ സ്റ്റേജിലാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകണം. പിന്നെ കുറച്ച് കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ചേർക്കണം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡിയായി. കളിക്കണം കണ്ടോ. ഇതൊരു ഇച്ചിരിയും കൂടി ഒന്ന് കുറുകണം. എന്നിട്ട് വേണം നമ്മുടെ കായപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ ഒന്ന് ചേർക്കാൻ വേണ്ടിയിട്ട്. അച്ചാറിക്കുള്ള മാങ്ങ അരിയൽ ഓൾമോസ്റ്റ് കഴിയാനായി. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് അച്ചാറാണ് ഉണ്ടാക്കേണ്ടത്. ഇനി അടുത്തത് അച്ചാറിൻ്റെ പരിപാടികളാണ്. ഞാനിവിടെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് മാങ്ങ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി എല്ലാം കടുകിടണം, എല്ലാം ചടപടയും ചെയ്യണം. അങ്ങനെ പൊടിയിഞ്ചി റെഡിയായി, പിന്നെ അച്ചാർ റെഡിയായി. കാളനുള്ള ചേന പ്രണു അരിയുന്നേ ഉള്ളൂ. സോ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് അരി തിളപ്പിക്കാം. എന്തായിരുന്നു നമ്മുടെ കുക്കറിൻ്റെ പേര്? നമ്മൾ അരി ഉണ്ടാക്കുന്ന എന്തിലായിരുന്നു? റൈസ് കുക്കറിലാണ് അരി ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക. അപ്പോൾ തിളപ്പിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നാളേക്ക് ചോറും റെഡിയാവും. അങ്ങനെ ചോറായിട്ടുണ്ട്. ഇതിനകത്ത് വെച്ചിട്ട് വയ്ക്കാം. ഇനി അടുപ്പത്ത് കാളനാവുന്നുണ്ട്. ആ പരിപാടിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കണം. ചേട്ടായി തകൃതിയായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അഭിനയിക്കണ്ട, ഇത് ക്യൂബായിട്ട് കട്ട് ചെയ്താൽ പോരെ. ഇത് ഞാൻ കട്ട് ചെയ്ത ക്യാബേജ്, നമ്മൾ ഈ കളറ് ക്യാബേജാണ് മേടിച്ചത്. ഇതാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ അവിയലിനുള്ള കഷ്ണം, സാമ്പാറിനുള്ള കഷ്ണം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ശരിക്കുള്ള മത്തം വെട്ടാണ്ട് സാമ്പാറിക്കുള്ള ഉരുളക്കിഴങ്ങ് വെട്ടിക്കൊണ്ടിരിക്കുക. അതും കൂടി കഴിഞ്ഞില്ലേ? അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി ഇവിടെ മൊത്തത്തിൽ ഈ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കായ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം സമയം എത്രയെന്ന് അറിയോ? നോക്കിയേ, 1:30 മണിയായി. ഓൾമോസ്റ്റ് എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. ഇനി നാളെ നേരത്തെ എണീക്കണം, പൂക്കളിടണം. പിന്നെ ഇനി കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഇനി സാമ്പാർ, അവിയൽ, എലിശ്ശേരി, രസം, മോര്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി കുഞ്ഞു കുഞ്ഞു സാധനങ്ങളേ ഉള്ളൂ. പപ്പടം, കൊണ്ടാട്ട മുളക് വറുക്കുക, എല്ലാം ഒരുക്കി വെച്ച കാരണം ഇനി അധികം പണിയില്ല. അങ്ങനെ വയ്യ വീട്ടിലിത് ഉണ്ടാക്കുന്ന ആൾക്കാർ സമ്മതിക്കണം. എൻ്റെ വീട്ടിലൊക്കെ അമ്മയാണ് ഉണ്ടാക്കുക. അയ്യോ, ഊരൊക്കെ വേദനിച്ചിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പം ഇനി എന്തായാലും നാളെ കാണാം. ഓണത്തിനന്ന് കാലത്ത് തന്നെ ഓഫീസിൽ പോകാൻ റെഡിയാവുകയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ്. ഹലോ, ഹാപ്പി ഓണം. കുളിച്ച് സാധാ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. എവിടെ? ഹായ്, ഇവിടെ പൂക്കളെവിടെ? ഇതാണ് ഞാനിട്ട പൂക്കളം. ഞാൻ വിചാരിച്ചു പൂവ് തികയുന്നുണ്ടാവും, അതായത് ഈ ഒരു തളിക ഫുള്ള്, പക്ഷെ തികഞ്ഞില്ല. അപ്പം ഞാനിങ്ങനെ ഇട്ടു കേട്ടോ. എനിക്ക് ഈ ഒരു റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആണിത്. ഇവിടെ മിററ്, താഴെ മാറ്റ്, പിന്നെ കുറേ ചെടികൾ, അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയാണ്. ഇനി നമുക്ക് അടുത്ത പരിപാടി ഉള്ളത്, ഇപ്പം സമയം എന്തായി അറിയോ? 10 മണി ആവാനായി. 12 മണിയൊക്കെ ആകുമ്പോഴേക്കും പ്രണു ഓഫീസിൽ നിന്ന് വരും. അവൻ ആദ്യം വരാമെന്നാണ് പറഞ്ഞത്, പിന്നെ ഫ്രണ്ട്സ് വരാമെന്നാണ് പറഞ്ഞുള്ളത്. അപ്പോൾ അവൻ വരുന്നേക്കാളും മുന്നേ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാക്കണം. അപ്പം ഇനി ഷൂട്ട് ചെയ്യാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. ഞാനിനി എല്ലാം പ്രിപ്പയർ ആയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ സാമ്പാർ, രസം, മോര്, അവിയൽ, മത്തലിശ്ശേരി, ഉപ്പേരി,
2 പായസം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് എനിക്കിഷ്ടപ്പെട്ട പായസം, ഒന്ന് അവന് ഇഷ്ടപ്പെട്ട പായസം. പിന്നെന്താ, പിന്നെ പപ്പടും കൊണ്ടാട്ടം മുളകും വറക്കണം, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് കഴിയുന്നുണ്ടാവും, കാര്യം എല്ലാം നമ്മൾ ഇന്നലെ റെഡിയാക്കിയല്ലോ. സോ ഞാനിനി എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ്, ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കണ്ടോ ഗൈസ്? അങ്ങനെ ഇത് അവിയൽ, ചോർ, ഇത് അരിപ്പായസം, ഇതെന്തായിരുന്നു, മത്തലശ്ശേരി, ഇത് മറ്റേ ക്യാബേജ് ഉപ്പേരി, മോര്, അച്ചാറ്, പുളിയിഞ്ചി, പപ്പടം, സാമ്പാർ, രസം, കാളൻ, ഇത് രണ്ടും മേടിച്ചത്, ശർക്കര വരട്ടി, കായ വറുത്തതും, കൊണ്ടാട്ടം, പഴം. ഇനി ഒരു പായസം കൂടി ഉണ്ട്. ചേട്ടായി വന്നോട്ട് ഓഫീസിൽ നിന്ന്. പായസം അടുപ്പത്താണ്, ഇത് പാലട പായസം. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. സദ്യ ഉണ്ടാക്കുന്ന ചില്ലറ പണിയല്ല കേട്ടോ. ഞാൻ വാക്ക് ഞാൻ തിരിച്ചെടുത്തു, എളുപ്പാന്ന് പറഞ്ഞത്. ചേട്ടായി എന്താ പറയണ്ടേ? എന്തേലും പറ. കിച്ചുവിന്റെ സദ്യ നല്ല സദ്യ. എനിക്ക് കഴിച്ചിട്ടില്ലല്ലോ. സാധനമാണ്. ഞാൻ എല്ലാ സാധനങ്ങളും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം എൻ്റെ മാതാശ്രീ ഉണ്ടാക്കുന്ന പോലെ, എല്ലാ ഫ്ലേവറും. അങ്ങനെ ഓണസദ്യയൊക്കെ കഴിച്ചു. നല്ല പോളിംഗ് ആയിരുന്നു. ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രൈവസീനെ മാനിച്ചിട്ടാണ് നമ്മൾ അവരെ വീഡിയോ ക്ലിപ്പൊന്നും എടുക്കാത്തത്. അവരങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കും അങ്ങനെ പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, ക്ലീൻ ചെയ്തു, അങ്ങനെ അങ്ങ് കിടന്നു. പ്രണു കിടന്നുറങ്ങി, ഞാൻ എഡിറ്റിങ്ങൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ഗെയിം കളിക്കാൻ വിളിച്ചപ്പോഴും ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗെയിമൊക്കെ പ്ലാൻ ചെയ്തൊക്കെ നടന്നില്ല. ഫോട്ടോസ് എടുക്കാൻ വിചാരിച്ചു, അതും നടന്നില്ല, കാര്യം എനിക്ക് ബ്ലൗസ് കൊള്ളുന്നില്ല. അപ്പോൾ പിന്നെ ആ പ്ലാൻ നമ്മൾ ഉപേക്ഷിച്ചു. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 6 മണിയായി. പക്ഷെ പുറത്തൊക്കെ നല്ല വെളിച്ചമുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ പുറത്തോട്ട് നടക്കാമെന്നുള്ളത്. അപ്പോൾ ഇവിടെ കാണുന്ന കുറച്ച് വില്ലകളുണ്ടല്ലോ, ഈ വില്ലേൻ്റെ ബാക്കിൽ ഒരു ലേക്ക് ഉണ്ട്. അവിടെ നിന്ന് കാണുമോ? ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിൻ്റെ ആയിക്കൂടെ നമുക്ക് നടക്കാൻ പറ്റും. അതിലാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മീനും ഉണ്ട്, നല്ല രസം അവിടെ ഇരിക്കാൻ. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ചൂട് ഇങ്ങനെ കുറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിലും, ചൂടുണ്ട് പക്ഷെ കുറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിലും അവിടെ ഇരിക്കാൻ നല്ല സുഖം, നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പോകണം. ഞാൻ നാളെ രാത്രി നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ മേടിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ കുറച്ച് മിഠായിയൊക്കെ ആയിട്ട് മേടിക്കണം. ഞാനങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങില്ല കേട്ടോ, കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. 4 മാസം ആയപ്പോഴത്തേനും ഞാൻ നാട്ടിൽ പോയി. ഒരു 10 ദിവസം നിന്നിട്ട് തിരിച്ചു വന്നു. ഇപ്പം 5-6 മാസം ആവുന്നുള്ളൂ വീണ്ടും നാട്ടിൽ പോവുകയാണ്. ഇനിയിപ്പോൾ തിരിച്ചു വന്നാലും എനിക്ക് തോന്നുന്നു 3-4 മാസത്തിൽ ഞാൻ വീണ്ടും പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കുറേ സാധനങ്ങളൊന്നും വാങ്ങില്ല. എന്തെങ്കിലും മിഠായികൾ അങ്ങനെ എന്തൊക്കെ വാങ്ങുള്ളൂ. അപ്പോൾ അതൊക്കെ വാങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണം വ്ളോഗ്. മെയിനായിട്ട് അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ തന്നെ. അതായത് ഫുഡ് കഴിക്കൽ, ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലാതെ അതിന് ഓവറായിട്ടുള്ള സെലിബ്രേഷനൊന്നുമില്ല. നാട്ടിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. മെയിനായിട്ടൊരു സദ്യ ഉണ്ടാവും, അത്ര തന്നെ. പിന്നെ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് അമ്മയുടെ വീട്ടിലേക്കൊക്കെ പോവും, അത്രയൊക്കെ തന്നെ. അപ്പോൾ ശരി, എന്നാൽ ഹാപ്പി ഓണം.